ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ. സോ എനിക്ക് കുറേ നാളായിട്ട് ഉള്ള ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, വ്ളോഗ് ചെയ്യുക. ബട്ട് പ്രൊഫഷണലി ഐ ഡോണ്ട് നോ എങ്ങനെ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ. സോ ലെറ്റ് മീ ട്രൈ ഗായ്സ്. സോ ഇന്നാണെങ്കിൽ ഒരു ക്ലാസ് ഇല്ലാത്ത ഡേ ആണ്. ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഒരു നല്ല ഡേ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പതിവ് പോലെ തന്നെ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, പിന്നെ കുറേ നേരം ഇതെൻ്റെ ബാത്റൂമിലെ വ്യൂ ആണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ബാത്റൂമിൻ്റെ അവിടെ ഒരു നല്ല വലിയൊരു വിൻഡോ ഉണ്ട്. സോ അതിൻ്റെ പുറത്ത് തന്നെ രാവിലെ കുറേ നേരം അവിടെ പോയിരുന്ന് ഇങ്ങനെ ഓവർത്തിങ്ക് ചെയ്യാൻ നല്ല രസമാണ്. സോ രാവിലെ ഒരു കോഫി ഇല്ലാതെ ഒന്നിനും പറ്റില്ല ഗൈസ്, ഒന്നിനും പറ്റില്ല. അതില്ലാത്തൊരു ഡേ ഉണ്ടാവില്ല. സോ ഞാൻ എല്ലാ ദിവസവും കോഫി കുടിക്കുന്ന ഒരാളാണ്. ഐ എം എ കോഫി അഡിക്റ്റ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. സോ കോഫിയിലുണ്ടാക്കി കുറേ നേരം കിച്ചണിലെ വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇതുവരെ എന്താ മഞ്ഞ് വീഴാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെന്താ, എല്ലാ ദിവസവും കഴിക്കുന്നതാണിത്. ഇതിനി ഉണ്ടാക്കി കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ബ്രെഡ് കഴിച്ച് മടുത്തു. ഇപ്പോഴാണ് വീട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യുന്നത്. ഒറ്റയ്ക്കാകുമ്പോൾ പഠിച്ചോളൂ എന്ന് പറയുന്ന വാക്ക് എത്രമാത്രം സത്യമാണെന്ന് മനസ്സിലാവുന്ന ഓരോ മൊമെൻറ്റുകളൊക്കെയാണ് ഇതൊക്കെ. അങ്ങനെ എനിക്ക് കുറച്ച് നേരം ഒരുങ്ങിയൊക്കെ നിൽക്കാം. ഞാനിപ്പം കിടക്കുമ്പോഴാണേലും എഴുന്നേൽക്കുമ്പോഴാണേലും എവിടെയെങ്കിലും പോകുമ്പോഴാണേലും ആരും ഇല്ലെങ്കിലും എപ്പോഴും ഞാനിങ്ങനെ ഒരുങ്ങി തന്നെയാണ് ഇരിക്കാറ്. ലിപ്സ്റ്റിക് ഇല്ലാത്തൊരു ലൈഫ് എനിക്കില്ലേ ഇല്ല. ഞാൻ എത്രമാത്രം ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആളാണെന്ന് എൻ്റെ ചുറ്റുമുള്ളവർക്ക് അറിയാൻ പറ്റും. സോ പിന്നെ എൻ്റെ മറ്റൊരു സ്വഭാവമാണ്, എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം വൃത്തികേടായി കണ്ടാലോ അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അവിടെ എൻ്റെ OCD പുറത്തോട്ട് എടുക്കുന്നതായിരിക്കും. കാരണം പിന്നെ ഞാനത് വൃത്തിയാക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ഭാഗം വൃത്തിയാക്കാൻ തുടങ്ങിയാൽ പിന്നെ അടുത്തടുത്തെന്ന് പറഞ്ഞ് ഞാൻ മൊത്തം അങ്ങ് വൃത്തിയാക്കാൻ തുടങ്ങും. പിന്നെ വൃത്തിയാക്കി അറിയില്ല ഇതൊക്കെ എപ്പോഴാണ് തീരുന്നതെന്ന്. ഇന്നത്തെ എൻ്റെ ദിവസം പകുതിയോളം ഈ ക്ലീനിങ്ങിലൂടെ പോയി കഴിഞ്ഞു. എന്തായാലും ഇത് നല്ലതെന്നും പറയാം, ചീത്തെന്നും പറയാം. എന്നാലും ഇടയ്ക്ക് എനിക്ക് വരുന്നൊരു OCD ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ലൈഫ് ഭയങ്കര ഹാർഡായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടോ എടുക്കാൻ എനിക്ക് ഒരു ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഭയങ്കര ചൈൽഡിഷായിട്ടേ എടുക്കാറുള്ളൂ. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരുപാട് പഠിക്കാനുണ്ടെന്ന്. അതിൻ്റെ സ്ട്രെസ്സ് മാറ്റാൻ കുറേ നേരം പാട്ട് കേട്ടോണ്ടിരുന്നു. കാരണം എൻ്റെ റൂംമേറ്റ് അവിടെ പഠിക്കാൻ തുടങ്ങി, ഞാനിവിടെ ഓരോ റീലും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കിയിരിക്കുകയാണ്. സോ ബാക്ക് ടു സ്റ്റഡി. അങ്ങനെ കുറച്ചൊരുന്ന് പഠിച്ചപ്പം ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓറഞ്ചും കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓറഞ്ചും അനാറും എടുത്ത് കഴിച്ചുകൊണ്ടിപ്പോൾ കുറേ റീല് കണ്ടു. റീലിൽ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബാക്ക് ടു ഞാൻ റീലിലോട്ട് തന്നെ പോയി, റീലെടുക്കാൻ പോയി. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ അടുത്ത ദിവസം വരുമായിരിക്കും. സോ പിന്നെ ഇപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അതിനി കുളിച്ചൊരുങ്ങിയൊക്കെ പോകണം. സോ ഇന്നത്തെ ഞങ്ങളുടെ ബർത്ത്ഡേൻ്റെ തീം മെറൂൺ കളറാണ്. സോ ഒരു മെറൂൺ കളർ ഡ്രസ്സ് എവിടുന്നോ തപ്പിപ്പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇട്ട് ഒരുങ്ങി റെഡിയാവണം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൻ്റെ ഏറ്റവും മുമ്പിലത്തെ സീറ്റ് തന്നെ ഞാൻ പിടിച്ചു. എനിക്കൊന്നെങ്കിൽ ഏറ്റവും മുമ്പിലത്തെ സീറ്റ് അല്ലെങ്കിൽ ഏറ്റവും പുറകിലത്തെ സീറ്റ്. ഇവിടെ ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബർത്ത്ഡേക്കാരിനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ. സോ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങണം. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ആവശ്യമുള്ളത് വാങ്ങണം. നമ്മൾ ഈ ഡ്രസ്സും ഷൂവും ഓർണമെൻറ്റ്സൊക്കെ ഇടുന്നതിന് മുമ്പേ ആദ്യം പ്രോപ്പറായിട്ട് ഹൈജീൻ നോക്കണ്ടേ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് വേണ്ട സാധനങ്ങൾ തന്നെ നോക്കിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. കുറച്ച് ക്രിഞ്ചാണെങ്കിലും ഞങ്ങൾ കുറച്ച് ആൾക്ക് എന്താ വേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് വാങ്ങിയിട്ടുണ്ട്. പേസ്റ്റും ബ്രഷും ടങ് ക്ലീനറും ഡ്യോയും അങ്ങനെ കുറച്ച് ഷാമ്പു അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ കണ്ണത് ഇതുപോലെ കുറേ ഓർണമെൻറ്റ്സിലൂടെ പോയി. പക്ഷേ ഇതൊക്കെ ഇനി ഇട്ടിട്ട് എന്നെ ആര് കാണാനാ? വിൻ്ററല്ലേ. ഈ ജാക്കറ്റ് ഇട്ട് എല്ലാം മൂടി പോയിച്ച് നടക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അപ്പോൾ ഇതൊന്നും വേണ്ടാന്ന് തന്നെ പിന്നെ വെച്ചു. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് സ്ട്രീറ്റും ഷോപ്പുകളും എല്ലാം വളരെ നല്ല രസത്തിൽ നന്നായിട്ട് ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ജർമ്മനീനെ ഈ ക്രിസ്മസ് ടൈമിൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ഡെക്കറിങ് പരിപാടികളൊക്കെ തുടങ്ങി. പുള്ളിക്കാരിക്ക് അറിയത്തില്ല വരുന്ന കാര്യം. ഞങ്ങളെല്ലാം ഇവിടെ സൈഡിൽ കൂടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. Come on!
അറിയട്ടെ ഗൈസ്. അങ്ങനെ മരിയൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ വീഡിയോയുടെ ഷിംലി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതിൽ കാണിച്ചിട്ടില്ല, പക്ഷെ അവൾ ഭയങ്കര ഹാപ്പിയായി കരഞ്ഞു. ഭയങ്കര നല്ലൊരു മൊമെൻ്റ് തന്നെയായിരുന്നു അത്. പിന്നെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റുകളെല്ലാം കൊടുക്കാൻ തുടങ്ങി. സോ ഷി വാസ് വെരി സാറ്റിസ്ഫൈഡ് ആൻഡ് വെരി ഹാപ്പി. പറയൂ, സന്തോഷത്തോടെ സംസാരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് പറയാനുള്ളത്? 22 വയസ്സായി അല്ലേ? ഇപ്പൊ എന്താണ് പറയാനുള്ളത്? 22 വയസ്സായി. എന്നാലും പിന്നെ എങ്ങനെങ്കിലൊക്കെ നടന്നാ മതിയായിരുന്നു. ഇനിയിപ്പൊ ഇത്തിരി മെച്യൂരിറ്റി ഇല്ലെങ്കിൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നു ഞാൻ. സോ അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും കൂടി ഇരുന്നു മെമ്മറീസൊക്കെ ഷെയർ ചെയ്തു, പാട്ട് പാടി, ഡാൻസ് കളിച്ച്. അങ്ങനെ ഇന്നത്തെ ഡേ ഭയങ്കര അടിപൊളിയാക്കി മാറ്റി. സോ ടുഡേ വാസ് സൂപ്പർ ആൻഡ് സാറ്റിസ്ഫൈഡ്. അങ്ങനെ ഈ ദിവസവും കഴിഞ്ഞു. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.